നമസ്കാരം. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ. ഗൃഹനാഥൻ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ 6 വർഷത്തിനു ശേഷം പ്രതിയെ ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്തു. വീടുകളിൽ നിന്നും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ കവരുന്ന മോഷ്ടാവിനെ നാട്ടുകാരുടെ സഹായത്തോടെ പോലീസ് അറസ്റ്റ് ചെയ്തു. ജാതിചിന്തയ്ക്കും മദ്യവിരുദ്ധതയ്ക്കുമെതിരെ സംഘടിത പോരാട്ടം വേണമെന്ന് ജലസേചന വകുപ്പ് മന്ത്രി PJ ജോസഫ്. വാർത്തകൾ വിശദമായി. ഗൃഹനാഥനെ വീട്ടിലെ അടുക്കളയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ 6 വർഷത്തിനു ശേഷം പ്രതി പിടിയിലായി. പുനലൂർ വിളക്കുവട്ടം കുന്നുംപുറം ബിജുവിനെയാണ് ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്തത്. 2007 നവംബർ 1-നാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. പുനലൂർ വിളക്കുവട്ടം കൊച്ചുതുണ്ടിൽ വീട്ടിൽ സദാശിവനെയാണ് വീടിനുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിന്റെ തലേ ദിവസം പ്രതി ബിജുവും സുഹൃത്തുക്കളും സദാശിവന്റെ വീട്ടിൽ വെച്ച് മദ്യപിച്ചിരുന്നു. മദ്യപാനത്തെ തുടർന്നുണ്ടായ സംഭാഷണത്തിൽ പരസ്പരം വാക്കുതർക്കവും മൽപിടുത്തവുമുണ്ടായി. സംഭവം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞുപോയതിനു ശേഷം ബിജു വീണ്ടും സദാശിവന്റെ അടുത്തെത്തി. തുടർന്ന് സദാശിവൻ ബിജുവിനെ അസഭ്യം പറഞ്ഞുവത്രേ. ക്ഷുഭിതനായ ബിജു സദാശിവനെ പിടിച്ചു തള്ളി. ഭിത്തിയിൽ തലയിടിച്ച് വീണ സദാശിവനെ തുടരെ മർദ്ദിക്കുകയും ചെയ്തു. പിന്നീട് ബിജു ഇവിടെ നിന്നും പോയി. പിറ്റേന്ന് രാവിലെ സദാശിവന്റെ മരണവിവരം സ്ഥിരീകരിച്ച ഉടൻ ബിജു മോഹാലസ്യപ്പെട്ട് വീഴുകയും ചെയ്തു. ഇതാണ് പോലീസ് വൃത്തങ്ങളുടെ വിശദീകരണം. 10-ാം മാസം നടന്ന കൊലപാതകമാണ്. അന്ന് തൊട്ട് കേരള പോലീസിലെ ലോക്കൽ പോലീസും ക്രൈം ഡിറ്റാച്ച്മെൻറ്റും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചു വരികയായിരുന്നു. ഈ കേസിൽ സംഭവത്തിന് ദൃക്സാക്ഷികളില്ലാത്തത് കൊണ്ട് പ്രതി അത് മനഃപൂർവ്വം ഒളിപ്പിച്ചു വയ്ക്കുകയായിരുന്നു. എന്നാൽ സ്പെഷ്യൽ സ്ക്വാഡിലെ പോലീസുകാരുടെ നിരന്തരമായ ചോദ്യം ചെയ്യലും അവൻ്റെ മൊഴിയിലെ വ്യത്യാസങ്ങളും ഒടുവിൽ സാഹചര്യ തെളിവുകളും വന്നപ്പോഴത്തേക്ക് അവന് കുറ്റകൃത്യം സമ്മതിക്കേണ്ടി വന്നു. അതാണ് ഈ കേസിൽ സംഭവിച്ചത്. കുറേ കാലമെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. പോസ്റ്റ്മോർട്ടത്തിൽ സദാശിവന്റെ ശരീരത്തിൽ 32 മുറിവുകൾ കണ്ടെത്തിയിരുന്നു. പിടിയിലായ ബിജുവിന് സദാശിവന്റെ മരണവുമായി ബന്ധമുണ്ടെന്ന് പോലീസ് സംശയിക്കുകയും പോലീസ് ചോദ്യം ചെയ്യുകയും ചെയ്തെങ്കിലും ബിജു കുറ്റം സമ്മതിച്ചില്ല. ലോക്കൽ പോലീസ് സ്വാഭാവിക മരണമെന്ന് സ്ഥിരീകരിച്ച കേസ് മക്കളുടെ പരാതിയെ തുടർന്ന് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത് അന്വേഷിക്കുകയായിരുന്നു. 2007 ഒക്ടോബർ മാസം 31-ാം തീയതിയാണ് ഈ മരണവുമായിട്ട് ബന്ധപ്പെട്ട സംഭവം ഇവിടെ നടക്കുന്നത്. ഇവർ ഈ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നതെന്ന് പറയുന്ന പ്രതിയും മറ്റ് 3 പേരും കൂടി ഇവിടെ മദ്യപിക്കാനുണ്ടായിരുന്നതായിട്ടും അറിയാൻ കഴിയുകയും ഞാനന്ന് ജോലി സംബന്ധമായിട്ട് വിദേശത്തായിരുന്നു. പക്ഷേങ്കിൽ LDFിൻ്റെ ചായ്വോട് കൂടി പോലീസുകാർ ഈ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. അതിന് വ്യക്തമായ തെളിവുകളുണ്ട്. ആദ്യമേ ജവഹർ ജനാർദ്ദനൻ സാറ്, ഇവിടുത്തെ CA ആയിരുന്ന ജവഹർ ജനാർദ്ദനൻ സാറ് കേസ് ഇത് കൊലപാതകമെന്ന് പറയും. പിന്നീട് അത് സ്വാഭാവിക മരണമാണ്, വീണ് മരിച്ചതാണെന്ന് വരുത്തി തീർക്കാനും കൊണ്ടുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഈ കേസിൽ ഇവനെ സംരക്ഷിക്കാൻ CPMന് എന്തുകൊണ്ടാണ് CPM ഇതിനൊരു ശ്രമം നടത്തിയതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതുതന്നെയല്ല, ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ചേട്ടനാണ് ഈ കൊലപാതകം നടത്തിയെന്ന് ഈ നാട്ടിൽ കുറേ പേര് പറയുകയുണ്ടായി. അപ്പോൾ ചേട്ടനെ ഈ ജവഹർ ജനാർദ്ദനും അന്നത്തെ SI ആയിരുന്ന വിദ്യാധരനും കൂടി അവിടെ കൊണ്ടുപോയി മാനസികമായിട്ട് ഒരുപാട് ഉപദ്രവങ്ങൾ ഏൽപ്പിക്കുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളന്ന് 2008 കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ നമ്മളൊരു പരാതി കൊടുക്കുകയുണ്ടായി. അന്ന് ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അദ്ദേഹം മുഖാന്തരം ഒരു പരാതി കൊടുക്കുകയുണ്ടായി. പക്ഷേ അതെല്ലാം ഈ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാക്കി അട്ടിമറിക്കപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മൾ ഹൈക്കോടതിയെ സമീപിക്കുകയുണ്ടായി. ഹൈക്കോടതിയെ സമീപിച്ച് 2010 ഈ കേസ് ക്രൈംബ്രാഞ്ചിന് വിടുകയും ക്രൈംബ്രാഞ്ച് എത്രയും പെട്ടെന്ന് ഈ കുറ്റവാളികളെ പിടിക്കണമെന്നുള്ള നിർദ്ദേശം DGP കൊടുക്കുകയും ചെയ്തു. ക്രൈംബ്രാഞ്ച് SP സാബു P ഇടിക്കുള, ക്രൈംബ്രാഞ്ച് DYSP S അനിൽകുമാർ, SIമാരായ R രാജേഷ്, S സോളമൻ, ഗ്രേഡ് SIമാരായ VR രാജീവൻ, N മധുസൂദനൻ പിള്ള, A വിജയരാജൻ, CPOമാരായ ബിനോജ് KA, ഹരികുമാർ B സാഗർ, റോയി എന്നിവരാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയത്. അടിക്കും പോലീസുകാരെ കൊണ്ടുപോയി അടിക്കും. അടിക്കും. 2 വർഷം ഓടത്തില്ല, എനിക്ക് സമാനം പറ്റില്ല. 2 പിഞ്ചു കുഞ്ഞുങ്ങളാ, ചോര കുഞ്ഞുങ്ങൾ കഴിയാതാരമായത്. ഇവന് അന്നൊരു വാക്ക് ഇറങ്ങി ഞങ്ങൾക്ക് ഇത്രയും ദുഃഖം വരും. ഞങ്ങൾ എത്ര എണ്ണം കയറി ഇറങ്ങി. ന്യൂസ് ബ്യൂറോ, പുനലൂർ.
വീടുകളിൽ നിന്നും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ കവരുന്ന മോഷ്ടാവിനെ നാട്ടുകാരുടെ സഹായത്തോടെ പാങ്ങോട് പോലീസ് അറസ്റ്റ് ചെയ്തു. മോഷണ വസ്തുക്കൾ ഇയാളുടെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. കുളത്തൂപ്പുഴ ചോഴിയക്കോട് സ്വദേശിയും മധുര കോട്ടപ്പുറത്ത് വാടക വീട്ടിൽ താമസക്കാരനുമായ നൌഷാദ് എന്ന് വിളിക്കുന്ന നിസാറാണ് പിടിയിലായത്. കല്ലറ ഭരതന്നൂർ കൈതപ്പച്ചയിൽ നാസറിന്റെ വീട്ടിൽ നിന്നും LED TV, ഹോം തിയേറ്റർ, DVD പ്ലെയർ, മറ്റൊരു വീട്ടിൽ നിന്നും മോഷ്ടിച്ച ഇൻഡക്ഷൻ കുക്കർ തുടങ്ങിയ ഇലക്ട്രോണിക് വസ്തുക്കൾ നിസാറിന്റെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. സാധനങ്ങൾ മോഷ്ടിച്ചത് നിസാറാണെന്ന സംശയത്തെ തുടർന്ന് കൈതപ്പച്ചയിൽ നാസറിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ചേർന്ന് നിസാറിനെ നിരീക്ഷിച്ചു വരികയായിരുന്നു. എന്നാൽ കോട്ടപ്പുറം നിവാസികളെ കബളിപ്പിച്ച് നല്ലവനായി ജീവിച്ചിരുന്ന നിസാറിനെ ആരും സംശയിച്ചിരുന്നില്ല. തുടർന്ന് ഭരതന്നൂർ സ്വദേശികളും പോലീസും നടത്തിയ പരിശോധനയിലാണ് മോഷണ വസ്തുക്കൾ കണ്ടെടുത്തത്. ഇതോടെ പ്രദേശത്തെ മാലമോഷണങ്ങൾ നടത്തിയതും നിസാറാണെന്ന സംശയത്തെ തുടർന്ന് നിരവധി പേർ പോലീസ് സ്റ്റേഷനിലെത്തി. പാങ്ങോട് പോലീസ് ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. കൂടുതൽ അന്വേഷണങ്ങൾക്കായി കടയ്ക്കൽ പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങും. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. റെയിൽവേ വികസനത്തിന്റെ പേരിൽ ആര്യങ്കാവിലെ റെയിൽവേ പുറമ്പോക്ക് നിവാസികളുടെ കൃഷി നശിപ്പിക്കുന്നതും കുടിയൊഴിപ്പിക്കുന്നതും തുടരുന്നത് തടയണമെന്ന് INTUC വിവരം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കും സംസ്ഥാന മന്ത്രിമാർക്കും പരാതി നൽകി. കഴിഞ്ഞ ദിവസം തെന്മല ഡാം ഐബിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് പരാതി നൽകിയ വിവരം നേതാക്കൾ അറിയിച്ചത്. 1966-ൽ രാജ്യം ഭക്ഷ്യക്ഷാമം നേരിട്ട സമയത്ത് അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് റെയിൽവേയുടെ തരിശുഭൂമിയിൽ കൃഷി നടത്താൻ അനുവദിച്ചത്. ഇതനുസരിച്ച് കൃഷി ചെയ്തവർക്ക് അന്നു മുതൽ റെയിൽവേയുടെ പീഡനങ്ങളും സഹിക്കേണ്ടി വന്നിരുന്നതായി നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ പുനരധിവാസ പാക്കേജുകൾ കാലാകാലങ്ങളിൽ വന്ന സർക്കാരുകൾ വാഗ്ദാനത്തിൽ മാത്രം ഒതുക്കിയതായും ഇപ്പോൾ വികസനത്തിന്റെ പേരിൽ തങ്ങളെ വേരോടെ പിഴുതെറിയാൻ ശ്രമിക്കുന്നതിനെതിരെ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും INTUC I വിഭാഗം ജനറൽ സെക്രട്ടറി ഇടപ്പാളയം സുരേഷ് ആവശ്യപ്പെട്ടു. റെയിൽവേ പുറമ്പോക്ക് നിവാസികളുടെ കാര്യത്തിൽ സർക്കാർ ഉടൻ ഇടപെട്ടില്ലെങ്കിൽ വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്ന നടപടികളിലേക്ക് നീങ്ങാൻ ജനങ്ങൾ തയ്യാറാകുമെന്നും ഇവർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് പ്രവർത്തകരായ P. ദാമോദരൻ, S. കബീർകുട്ടി, R. നൌഷാദ് തുടങ്ങിയവർ പങ്കെടുത്തു. 1966-ൽ ഭക്ഷ്യക്ഷാമം കൊടുമ്പിരിക്കൊണ്ടപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ലാൽ ബഹദൂർ ശാസ്ത്രി റെയിൽവേയുടെ തരിശു ഭൂമികൾ കൃഷി ചെയ്യാൻ കൊണ്ട് അനുവദിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ഈ സ്ഥലങ്ങൾ കൈയേറി കൃഷി ചെയ്തു. അന്ന് മുതൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും റെയിൽവേക്കാരുടെയും പീഡനങ്ങളായിരുന്നു. ഇപ്പോൾ റെയിൽവേ വികസനം വന്നു. വികസനത്തിന് ഞങ്ങൾ എതിരല്ല. മനഃപൂർവ്വമായിട്ട് ഞങ്ങളുടെ കൃഷിയും വീടുകളും മറ്റുള്ളവ നശിപ്പിക്കുക. അതിനൊരു രാഷ്ട്രീയ പലർക്കും പരാതി കൊടുത്തിട്ട് ഇതുവരെയും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. അരിങ്കാവ് വില്ലേജ് ഓഫീസിൽ നിന്നും അർഹതപ്പെട്ടവർക്ക് കൈവശാനുഭവ സർട്ടിഫിക്കറ്റും പിന്നെ വരുമാന സർട്ടിഫിക്കറ്റും ആവശ്യപ്പെടുമ്പോൾ നൽകുന്നില്ല. അപ്പോൾ നമ്മൾ മുൻകാലങ്ങളിൽ ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം കൊടുത്തുകൊണ്ടിരുന്നതാണ്. നമ്മളിപ്പോൾ ആവശ്യപ്പെട്ടപ്പോൾ അത് അന്വേഷിച്ചപ്പോൾ പറയുന്നത് കസ്തൂരി രംഗൻ റിപ്പോർട്ട് വന്നപ്പോൾ ഗവൺമെൻറ് ഒരു തീരുമാനം അവർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൈവശ ഭൂമിയിൽ താമസിക്കുന്നവർക്കും പിന്നെ പുറമ്പോക്ക് ഭൂമിയിൽ താമസിക്കുന്നവർക്കും കൈവശാനുഭവ സർട്ടിഫിക്കറ്റോ വരുമാന സർട്ടിഫിക്കറ്റോ കൊടുക്കരുത് എന്നൊരു നിർദ്ദേശമുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിൽ നമ്മൾ അന്വേഷിച്ചപ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് അങ്ങനെ ഒരു ഓർഡർ കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. ചില ഉദ്യോഗസ്ഥന്മാർ ഇതിനിടയ്ക്ക് കളിക്കുന്നതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ തെന്മല വില്ലേജിലെ പുറമ്പോക്കുകളിലും കനാൽ പുറമ്പോക്കുകളിലും കമ്പിലേനിൽ താമസിക്കുന്നവർക്കും തെന്മല വില്ലേജിൽ നിന്നും കൈവശാവകാശ സർട്ടിഫിക്കറ്റും വരുമാന സർട്ടിഫിക്കറ്റും ഗവൺമെൻറ്റിൽ നിന്നുള്ള എല്ലാ ആനുകൂല്യങ്ങളും അവർക്ക് കിട്ടുന്നുണ്ട്. ആര്യങ്കാവ് പഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന കഴുതുരുട്ടി മുതൽ കോട്ടവാസൽ വരെയുള്ള റെയിൽവേ പുറമ്പോക്ക് 50 കൊല്ലത്തിന് മുമ്പേ കുടിയേറി പാർക്കുന്ന ജനങ്ങൾക്ക് കൈവശ സർട്ടിഫിക്കറ്റോ സർക്കാരിൽ നിന്നുള്ള ഒരു ആനുകൂല്യങ്ങളോ കിട്ടുന്നില്ല. ന്യൂസ് ബ്യൂറോ, തെന്മല. ചിതറയിൽ മാങ്കോട് വില്ലേജ് ഓഫീസിനു സമീപം തീപിടുത്തം. അഗ്നിശമന സേനയുടെ നേതൃത്വത്തിൽ വേഗത്തിൽ തീ കെടുത്തിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. വെള്ളിയാഴ്ച രാത്രി 7:40ഓടെയായിരുന്നു സംഭവം. വില്ലേജ് ഓഫീസിന് സമീപത്തെ കാടുകൾക്കാണ് തീപിടിച്ചത്. അഗ്നിശമന സേന എത്തി തീ അണച്ചതിനാൽ കൂടുതൽ സ്ഥലത്തേക്ക് പടരുന്നത് തടയാൻ കഴിഞ്ഞു. കടയ്ക്കലിൽ നിന്നും അഗ്നിശമന സേനയുടെ ഒരു യൂണിറ്റ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. മുൻപ് പലതവണ ഇവിടെ തീപിടുത്തമുണ്ടായിട്ടുണ്ട്. ലീഡിംഗ് ഫയർമാൻ വിനോദ് കുമാർ, ഫയർമാൻമാരായ ഷിജാം, വിദ്യാരാജ്, സഞ്ജു, ജ്യോതികുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് തീ അണച്ചത്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. പത്തനാപുരത്ത് സ്വകാര്യ ആശുപത്രി നിർമ്മാണത്തിന്റെ മറവിൽ അനധികൃത മണ്ണെടുപ്പും വയൽ നികത്തലും വ്യാപകം. വയലേലകൾ നികത്തിയിട്ടും തടയാൻ നടപടിയായില്ല.
പത്തനാപുരം ഗ്രാമപഞ്ചായത്തിൽ കാരമൂട് വാർഡിലെ മേച്ചിറയേല പൂർണ്ണമായും മണ്ണിട്ട് നികത്തിയ നിലയിലാണ്. രാത്രിയും പകലുമായി കുന്നുകൾ ഇടിച്ചു നിരപ്പാക്കി ടിപ്പറുകളിൽ മണ്ണെത്തിച്ച് ആകെയുള്ള വയലേലകളും നികത്തുകയാണ്. വയൽ നികത്തലിനെതിരെ ചില രാഷ്ട്രീയ കക്ഷികൾ കൊടിനാട്ടലും മറ്റ് പ്രതിഷേധ സമരങ്ങളുമായി രംഗത്തെത്തിയിരുന്നു. എന്നാൽ പത്തനാപുരം പ്രദേശത്തെ വിവിധ സ്ഥലങ്ങളിൽ അനധികൃത വയൽ നികത്തലും മണ്ണെടുപ്പും തുടരുമ്പോഴും ഇത് തടയാൻ രാഷ്ട്രീയ കക്ഷികളോ മറ്റോ എത്താത്തത് ദുരൂഹതയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഭൂരിഭാഗം പ്രദേശങ്ങളും മണ്ണിട്ട് നികത്തിയ ശേഷം വാഴ, ചേന, ചേമ്പ് ഉൾപ്പെടെ കാർഷിക വിളകളും റബ്ബറും നട്ടുപിടിപ്പിച്ച നിലയിലാണ്. വേനൽക്കാലത്തും മറ്റും ഏറെ പ്രയോജനകരമായിരുന്ന നീർച്ചാലുകളും കുളങ്ങളും മണ്ണിട്ട് നികത്തിയിട്ടുണ്ട്. മാസങ്ങൾക്ക് മുൻപ് പാതിരിക്കല്ലേലായിലെ കാർഷിക വിളകളും റബ്ബർ തൈകളും ചില രാഷ്ട്രീയ കക്ഷികൾ നശിപ്പിച്ചിരുന്നു. അധികൃതരുടെ ഒത്താശയോടെയാണ് മണ്ണെടുപ്പും വയൽ നികത്തലും പുരോഗമിക്കുന്നതെന്നും ആക്ഷേപമുണ്ട്. പിടവൂർ, തലവൂർ, പട്ടാഴി, കമുകുഞ്ചേരി, പുന്നല തുടങ്ങിയ പ്രദേശങ്ങളിൽ രാത്രിയും പകലുമായി മണ്ണെടുപ്പ് തകൃതിയായി നടക്കുന്നുണ്ട്. കെട്ടിട നിർമ്മാണത്തിന്റെ പേരിൽ മണ്ണെടുപ്പിനും നികത്തലിനും അനുമതി വാങ്ങുകയും ഇതിന്റെ മറവിൽ വിവിധ പ്രദേശങ്ങളിലായി മണ്ണെടുപ്പും വയൽ നികത്തലും നടത്തുന്നതായും ആക്ഷേപമുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ നടന്ന അക്രമത്തിൽ നഗരസഭയുടെ പ്രതിഷേധം. അക്രമികൾ നഗരസഭയ്ക്കെതിരെ നടത്തിയ പ്രസ്താവന അടിസ്ഥാനരഹിതമാണെന്നും ഏതൊരന്വേഷണവും നേരിടാൻ തയ്യാറാണെന്നും നഗരസഭാ ഭരണസമിതി വ്യക്തമാക്കി. അപകടത്തിൽ പരിക്കേറ്റ യുവാവിനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നത് സംബന്ധിച്ച തർക്കമാണ് കഴിഞ്ഞ ദിവസം ആശുപത്രിക്കുള്ളിൽ സംഘർഷത്തിന് ഇടയാക്കിയത്. രണ്ടുപേര് വന്ന് നമ്മളെ വളരെ മോശമാക്കി നമ്മൾ അങ്ങനെ ആരും പക്ഷേ ഇതെങ്ങനെ പെരുമാറേണ്ടി വന്നതാണ്. പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചവർക്ക് ഗൂഢനീക്കമുണ്ടെന്ന് ആരോപണമുയർന്നിരുന്നു. എന്നാൽ ഇവർ ആശുപത്രിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചതോടെയാണ് നഗരസഭയുടെ പ്രതികരണം. കഴിഞ്ഞ 8 വർഷം കൊണ്ട് താലൂക്ക് ആശുപത്രിക്കുണ്ടായ അസൂയാവഹമായ നേട്ടത്തിലും നഗരസഭാ ഫണ്ട് ഉപയോഗിച്ച് പുതുതായി സ്ഥാപിക്കാൻ പോകുന്ന ഡയാലിസിസ് യൂണിറ്റ്, പുതിയ ഓപ്പറേഷൻ ബ്ലോക്ക്, നവീന പരിശോധനാ സംവിധാനങ്ങളിലും വിരളിപ്പൂണ്ട ചില സ്വകാര്യ ലാബുകാരുടെ പ്രേരണയാണ് ആക്രമണത്തിന് പിന്നിലെന്ന് വൈസ് ചെയർമാൻ എസ് ബിജു ആരോപിച്ചു. ഈ ആക്രമണത്തോടുള്ള പുനലൂർ നഗരസഭയുടെ അതിശക്തമായ പ്രതിഷേധം ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. പുനലൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ ഇപ്പോൾ ഡയാലിസിസ് യൂണിറ്റ് ആരംഭിക്കുന്നതിന് വേണ്ടി നഗരസഭയുടെ ഈ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കെട്ടിട നിർമ്മാണം ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ്. അടുത്ത വാർഷിക പദ്ധതിയിൽ ഓപ്പറേഷൻ തിയേറ്റർ ബ്ലോക്ക് സ്ഥാപിക്കുമെന്ന് ബഡ്ജറ്റിൽ തന്നെ ഉറപ്പു നൽകി കഴിഞ്ഞിട്ടുണ്ട്. അതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പുനലൂർ ഗവൺമെന്റ് ആശുപത്രിയിലെ കഴിഞ്ഞകാല വികസന പ്രവർത്തനങ്ങളുടെ 50% തുക നഗരസഭയുടെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളതാണ്. ബാക്കി NRHM ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ളതാണ്. അത് സംബന്ധിച്ച് ഏതെങ്കിലും നിലയിലുള്ള അഴിമതിയോ മറ്റെന്തെങ്കിലും ഒരു നിയമവിരുദ്ധമായ കാര്യമോ അക്കാര്യത്തിൽ ഉണ്ട് എന്ന് നഗരസഭ കരുതുന്നില്ല. അങ്ങനെ ഏതെങ്കിലും നിലയിലുള്ള ആക്ഷേപമുണ്ട് എങ്കിൽ അത് സംബന്ധിച്ചുള്ള ഏത് അന്വേഷണത്തെയും ഒരു ഉത്തരവാദിത്തപ്പെട്ട നഗരസഭയുടെ ഭരണാധികാരി എന്ന നിലയിൽ സർവാത്മന ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഏത് അന്വേഷണത്തെയും നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്. എന്നാൽ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയുടെ സുഗമമായ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുവാൻ ഏത് സ്ഥാപിത ശക്തികൾ പരിശ്രമിച്ചാലും അതിനെ ജനങ്ങളുടെ സഹായത്തോടെ അതിശക്തമായി നേരിടും. കയ്യും കെട്ടി നോക്കിയിരിക്കില്ല എന്നുള്ള കാര്യവും ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ആശുപത്രിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പകുതിയിലധികം നഗരസഭാ ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഇതിലെന്തെങ്കിലും അഴിമതി നടന്നിട്ടുള്ളതായി നഗരസഭ കരുതുന്നില്ല. ഇത് സംബന്ധിച്ച് ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണെന്നും നഗരസഭാ അധ്യക്ഷ രാധാമണി വിജയാനന്ദും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ജാതി ചിന്തയ്ക്കും മദ്യവിരുദ്ധതയ്ക്കുമെതിരെ സംഘടിത പോരാട്ടം വേണമെന്ന് ജലസേചന വകുപ്പ് മന്ത്രി PJ ജോസഫ്. ഗുരുധർമ്മസഭയുടെ നേതൃത്വത്തിലുള്ള ഗുരു സന്ദേശ യാത്രയ്ക്ക് പത്തനാപുരം ഗാന്ധി ഭവനിൽ നൽകിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജാതി ചിന്ത കൈവിടിഞ്ഞ് എല്ലാവരും പരസ്പരം സ്നേഹിക്കണം എന്ന ഗുരു നമ്മളെ വളരെ സ്നേഹപൂർവ്വം ഉപദേശിച്ചു. ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമുള്ള കാര്യമായി ഞാൻ കാണുന്നു. പാശ്ചാത്യ പൗരസ്ത്യം എന്നുള്ള വ്യത്യാസമാണ് എല്ലാവരും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നത്. ഇതുപോലുള്ള ചിന്തകൾ ഈ ലോകത്തെ സമർപ്പിച്ചിട്ടാണ് ഗുരുദേവൻ കടന്നുപോയിട്ടുള്ളത്. അതുപോലെ മദ്യം എന്ന് പറഞ്ഞ യുവത്തായി മാറി, കുടുംബങ്ങളുടെ സമാധാനം കെടുത്തുന്നതായി മാറി. മദ്യത്തിൽ വീണ്ടും ജനങ്ങളെ രക്ഷിക്കുവാൻ സംഘടിതമായ പ്രവർത്തനം ആവശ്യം. ഈ സന്ദേശം തന്നെ എല്ലായിടത്തും എത്തേണ്ടതായിരുന്നു.
ഗുരുചിന്തകൾക്ക് ഏറെ പ്രസക്തിയുള്ള ഈ കാലഘട്ടത്തിൽ സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും മുന്നോട്ടു പോകുവാൻ ഗുരുസന്ദേശം പ്രചരിപ്പിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. മദ്യവിരുദ്ധതയ്ക്ക് നാം പ്രതിജ്ഞയെടുക്കേണ്ടത് അനിവാര്യമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ശ്രീനാരായണ ഗുരു അരുത് എന്ന് പറഞ്ഞ 2 കാര്യങ്ങൾ ജാതി, മദ്യം എന്നിവയാണെന്നും ഈ 2 നിർദ്ദേശങ്ങൾക്കും എക്കാലത്തും പ്രസക്തിയുണ്ടെന്നും ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തിയ ഗുരുപ്രസാദ് സ്വാമികൾ അഭിപ്രായപ്പെട്ടു. ഗുരുക്കന്മാരുടെ ഉപദേശങ്ങളെ ജീവിതത്തിൽ പഠിക്കുക, അതിനെ ആചരിക്കുക, നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കുക. അങ്ങനെ വരുമ്പോഴാണ് നമ്മളുടെ കുടുംബത്തിൽ ജാതി ചിന്തയില്ലാതെ ഒരു ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ള വ്യക്തിത്വ-ഉടമയായിട്ട് നിൽക്കുവാൻ നമുക്ക് സാധിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. ഒരു കുടുംബം സമൂഹത്തിൽ ജാതി ഭേദചിന്തയില്ലാതെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ആ ഗ്രാമത്തിന് തന്നെ മാതൃകയായിട്ട് മാറും. ആ ഗ്രാമം അവർക്ക് ലോകത്തിന് തന്നെ അല്ലെങ്കിൽ സമൂഹത്തിന് മുമ്പിൽ മാതൃകയായിട്ട് മാറും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പിറവന്തൂർ രാജൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. സ്വാമി സംവിധാനന്ദ, സ്വാമി ശങ്കരാനന്ദ, ഡോക്ടർ ഗോകുലം ഗോപകുമാർ, വണ്ടന്നൂർ സന്തോഷ്, ബെന്നി കക്കാട്, ഡോക്ടർ പുനലൂർ സോമരാജൻ, VT ശശീന്ദ്രൻ, MT ബാവ, പ്രൊഫസർ ലൈല പുരുഷോത്തമൻ, സരോജിനി കൃഷ്ണൻ, പുത്തൂർ ശോഭനൻ, ആർച്ചൽ സോമൻ, കുഞ്ഞമ്മ ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കടയ്ക്കൽ ഗ്രാമപഞ്ചായത്തിലെ ചിങ്ങേലിയിൽ വികസനോത്സവം സംഘടിപ്പിച്ചു. ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ V സദാശിവൻ പിള്ള ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ജനകീയാസൂത്രണം പദ്ധതിയിലൂടെ നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് വികസനോത്സവം സംഘടിപ്പിച്ചത്. കടയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R ലതയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ B ശിവദാസൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ വോട്ട് തേടി വരുന്ന സ്ഥാനാർത്ഥികളോ രാഷ്ട്രീയ പാർട്ടികളോ അവർ പറയുന്ന വാക്കുകൾ പാലിക്കുന്നുണ്ടോ എന്നും പ്രവർത്തനം മികച്ചതാണോ എന്നും വിലയിരുത്തൽ അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. വീട് വീടാന്തരം ചെന്ന് ആളുകളെയൊക്കെ കണ്ട് നമുക്ക് വോട്ട് നൽകണം, അല്ലെങ്കിൽ നാം വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വോട്ട് നൽകണം എന്ന് പറയുമ്പോൾ ആ പറയുന്നത് അനുസരിച്ച് ജയിച്ച് അധികാരത്തിൽ വന്നാലും പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടോ, അത് എത്രത്തോളം വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, വിജയിക്കുന്നുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചെല്ലാം നമ്മുടെ രാജ്യത്ത് ഒരു വിലയിരുത്തൽ അനിവാര്യമാണ്. 1947 സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യം, ഇന്ത്യ മഹാരാജ്യം, കേരളം ഒഴിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും വളരെയധികം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നതാണ് വസ്തുത. വാർഡ് മെമ്പർ S സന്ധ്യ സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ സമ്മാനാർഹനായ വിദ്യാർത്ഥി അല്ലമീൻ, ഡൽഹിയിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത ദേവിക എന്നിവരെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് G രാജീവ് അനുമോദിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഗോപകുമാർ, കടയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P പരിമളകുമാരി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ RS ബിജു, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K ദേവയാനിയമ്മ, വാർഡ് വികസന സമിതി കൺവീനർ രാമചന്ദ്രൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. വാർഡിലെ മുതിർന്ന കുടുംബശ്രീ പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. ഉമ്മന്നൂർ ഗ്രാമപഞ്ചായത്തിലെ ആടുഗ്രാമം പദ്ധതിക്ക് തുടക്കമായി. കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K ജഗദമ്മ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. എന്താണ് ഈ കുടുംബശ്രീയിലൂടെ വിഭാവനം ചെയ്തിരിക്കുന്നത്? നമ്മുടെ സഹോദരിമാരെ നമ്മുടേതായ ഒരു വരുമാനം കണ്ടെത്തി സ്വന്തം കാലിൽ നിർത്തി കുടുംബത്തിന്റെ പട്ടിണി മാറ്റാൻ ഉതകുന്ന രീതിയിൽ പ്രവർത്തിപ്പിച്ച് കുടുംബത്തിന് ശ്രീയായി മാറുക, കുടുംബത്തിന്റെ ഐശ്വര്യമായി മാറുക. അങ്ങനെ ഒട്ടേറെ കുടുംബങ്ങൾ ഇപ്പൊ ഇരിക്കുന്ന ഓരോ കുടുംബശ്രീ അംഗവും അത്രയും കുടുംബങ്ങളും ഈ സമൂഹത്തിലെ ഐശ്വര്യമായി മാറുകയാണ്. ഈ സമൂഹത്തിലെ സമ്പദ്ഘടനയെ നിർണയിക്കുന്ന ഘടകമായി മാറുകയാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജന ശൃംഖലയായി പ്രവർത്തിക്കുകയാണ്. ഏഷ്യ ഭൂഖണ്ഡത്തിലെ തന്നെ ഏറ്റവും വലിയ ദാരിദ്ര്യ നിർമ്മാർജ്ജന ശൃംഖലയാണ് നമ്മുടെ കുടുംബശ്രീ. കേരളത്തിലെ 39 ലക്ഷം കുടുംബങ്ങളുടെ പട്ടിണി നിർമ്മാർജ്ജനത്തിന് വേണ്ടി രൂപം കൊടുത്ത പദ്ധതിയാണ് കുടുംബശ്രീ. ഉമ്മന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്മിനി ദിലീപ് അധ്യക്ഷയായിരുന്നു. CDS ചെയർപേഴ്സൺ ബിന്ദു പ്രകാശ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് PV അലക്സാണ്ടർ സ്വാഗതം പറഞ്ഞു. 5 വീതം അംഗങ്ങളടങ്ങുന്ന 13 ഗ്രൂപ്പുകളാണ് CDSനുള്ളത്. ഒരു ഗ്രൂപ്പിന് 25 ആടുകളെ വീതമാണ് ലഭിക്കുക. 13 ഗ്രൂപ്പുകളിലായി 67 ഗുണഭോക്താക്കളാണുള്ളത്. പഞ്ചായത്ത് അംഗങ്ങളായ മോഹന പണിക്കർ, ഗീത S, M ഉഷ, ബ്ലോക്ക് മെമ്പർ സരോജിനി ബാബു എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.
സുമനസുകളുടെ സഹായത്തിൽ നിർധന യുവതിക്ക് മംഗല്യഭാഗ്യം. നിലമേൽ സ്വദേശിനിയായ യുവതിക്ക് നെടുമങ്ങാട് സ്വദേശി വരനായി. പുന്നല ചാച്ചിപ്പുന്ന AG ചർച്ചിലായിരുന്നു വിവാഹ ചടങ്ങുകൾ. പത്തനാപുരം ബ്യൂറോയുടെ റിപ്പോർട്ട്. നിലമേൽ തടത്തരികത്ത് വീട്ടിൽ സാബു സുജാത ദമ്പതികളുടെ മകൾ ലീനയാണ് സുമനസുകളുടെ സഹായത്താൽ വിവാഹിതയായത്. നെടുമങ്ങാട് ബിജോയ് ഭവനിൽ പരേതനായ ഷീലാസിന്റെയും മേരിക്കുട്ടിയുടെയും മകൻ ബിജോയിയാണ് ലീനയ്ക്ക് വരനായത്. പത്തനാപുരം പുന്നല സ്വദേശിയായ മാത്തുണ്ണി സക്കറിയയുടെ കുടുംബമാണ് വിവാഹം നടത്താൻ സഹായഹസ്തവുമായി രംഗത്ത് വന്നത്. ക്രിസ്ത്യൻ ഫെയ്ത്ത് ഗ്ലോബൽ മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ പുന്നല ചാച്ചിപ്പുന്ന AG ചർച്ചിൽ പാസ്റ്റർ ബാബു ജോർജിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് വിവാഹം നടന്നത്. വിവാഹ ചെലവുകൾക്ക് പുറമെ ലീനയുടെ കുടുംബത്തിന് മാത്തുണ്ണി സക്കറിയയും കുടുംബവും 1 ലക്ഷം രൂപ ധനസഹായവും ലഭ്യമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. തലച്ചിറ സർക്കാർ ഹൈസ്കൂളിന്റെ 92ാം വാർഷികം വിപുലമായി ആഘോഷിച്ചു. വിവിധ രംഗങ്ങളിൽ പ്രതിഭ തെളിയിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷികാഘോഷം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. ഈ പൊതുവിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് നല്ല സാധാരണക്കാരുടെ കുട്ടികളെല്ലാം എത്തത്തക്കവണ്ണവും എത്തിയാൽ അവർ മറ്റുള്ളവരുമായി തന്നെ മത്സരിക്കുമ്പോൾ മുൻനിരയിലേക്ക് അവരെ എത്തിച്ചുകൊണ്ട് താഴെ തട്ടിലുള്ള സാധാരണക്കാരും പാവപ്പെട്ടവരുമായി ഉള്ളവരെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യം തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പിനും കൊല്ലം ജില്ലാ പഞ്ചായത്തിനും ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഹൈസ്കൂളാക്കി ഉയർത്തി എന്നുള്ളത് കൊണ്ട് അടുത്ത തവണ കുട്ടികൾ കൂടുതൽ വന്നാൽ ഇനിയും പ്രതിസന്ധിയിലാവുമെന്നാണ് PTA പ്രസിഡന്റിലൂടെ പറഞ്ഞത്. ഒരു നിലയിലും നിങ്ങൾ ബുദ്ധിമുട്ടണ്ട. നമ്മുടെ ഗ്രാമത്തിൽ ഇവിടെ പറഞ്ഞതുപോലെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പെട്ടവർ ഭൂരിപക്ഷം പഠിക്കുന്ന സ്കൂള്, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരുടെ തന്നെ പ്രധാനപ്പെട്ട ആശ്രയ കേന്ദ്രം, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരെയും ഒക്കെ തന്നെ പൊതുധാരയിലേക്ക് കൊണ്ടുവരേണ്ട ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്നുള്ള നിലയിൽ ഈ സ്ഥാപനത്തിന് എല്ലാവിധമായിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഉറപ്പാക്കി സംരക്ഷിച്ച് ഒരു മാതൃകാ വിദ്യാലയമാക്കി മാറ്റാൻ PTA പ്രസിഡന്റ് സജിറുൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. സ്കൂൾ പ്രഥമാധ്യാപിക ES ഉഷ സ്വാഗതം പറഞ്ഞു. വിവിധ രംഗങ്ങളിൽ പ്രതിഭ തെളിയിച്ച വിദ്യാർത്ഥികൾക്ക് ഗ്രാമപഞ്ചായത്ത് അംഗം തലച്ചിറ അസീസ് അവാർഡുകൾ വിതരണം ചെയ്തു. വോഡാഫോൺ കോമഡി സ്റ്റാർ ഫെയിം സതീഷ് വെട്ടിക്കവല ചടങ്ങിൽ വിശിഷ്ടാതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ബ്രിജേഷ് എബ്രഹാം മുഖ്യ പ്രഭാഷണം നടത്തി. പഞ്ചായത്ത് അംഗം S. ഷാനവാസ് ഖാൻ, മുൻ പ്രഥമാധ്യാപകൻ TC ജോർജ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. അഞ്ചൽ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് പരാതിക്കാർക്കും പോലീസുകാർക്കും ദുരിതമേറുന്നു. തൊണ്ടിമുതലുകൾ തിങ്ങി നിറഞ്ഞ സ്റ്റേഷൻ പരിസരത്ത് പോലീസ് ജീപ്പ് പാർക്ക് ചെയ്യാൻ പോലും സാധിക്കുന്നില്ല. അഞ്ചൽ ബ്യൂറോയുടെ റിപ്പോർട്ട്. വിവിധ കേസുകളിൽ പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ കൊണ്ട് നിറഞ്ഞ സ്റ്റേഷൻ വളപ്പിൽ സൂചി കുത്താൻ ഇടമില്ല. പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ തലങ്ങും വിലങ്ങും നിരത്തിയിട്ട നിലയിലാണ്. ഇക്കാരണത്താൽ പോലീസ് ജീപ്പ് പോലും പാർക്ക് ചെയ്യുന്നത് സ്റ്റേഷന് പുറത്താണ്. സ്റ്റേഷൻ വളപ്പിൽ തൊണ്ടിമുതലുകൾ നിറഞ്ഞതോടെ പരാതിക്കാർക്കും ഇവിടേക്ക് കടന്നുവരാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. തിരക്കേറിയ ഭാഗത്തെ സ്റ്റേഷനിൽ വേണ്ടത്ര സ്ഥല സൗകര്യങ്ങൾ ഇല്ലാത്തപ്പോഴാണ് ഈ ദുരവസ്ഥ. കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് പുതിയ സ്റ്റേഷൻ നിർമ്മിക്കാൻ അനുമതി ലഭിച്ചിരുന്നു. ഇതിനായി അഞ്ചൽ കന്നുകാലി മാർക്കറ്റിന് സമീപം തറക്കല്ലിട്ട് നിർമ്മാണം തുടങ്ങുകയും ചെയ്തു. എന്നാൽ 3 വർഷം പിന്നിടുമ്പോഴും പണി പൂർത്തിയാക്കിയിട്ടില്ല. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ചാർലി ചാപ്ലിന്റെ കഥ പറയുന്ന ബുദ്ധൻ ചിരിക്കുന്നു എന്ന സിനിമയുടെ ചിത്രീകരണം തെന്മലയിലും പരിസര പ്രദേശങ്ങളിലും പുരോഗമിക്കുന്നു. ഇന്ദ്രൻസ് നായകനാകുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് R. ശരത്താണ്. ചാർലി ചാപ്ലിന്റെ സിനിമകളുടെ 100ാം വാർഷികത്തിന്റെ ഭാഗമായി അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി നിർമ്മിക്കുന്ന മലയാള സിനിമയുടെ ചിത്രീകരണമാണ് തെന്മലയിലും പരിസര പ്രദേശങ്ങളിലുമായി പുരോഗമിക്കുന്നത്. ബുദ്ധൻ ചിരിക്കുന്നു എന്ന് പേരിട്ടിരിക്കുന്ന സിനിമ സംവിധാനം ചെയ്യുന്നത് R. ശരത്താണ്. സായാഹ്നം എന്ന ചിത്രത്തിലൂടെ നവാഗത സംവിധായകനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച R. ശരത്തിന്റെ ഡിസൈർ, ശീലാപതി തുടങ്ങിയ ചിത്രങ്ങൾ ശ്രദ്ധേയമാണ്. എപ്പിക് സിനിമയുടെ ബാനറിൽ നിർമ്മിക്കുന്ന ചിത്രത്തിൽ മലയാളത്തിന്റെ സ്വന്തം ഹാസ്യനടൻ ഇന്ദ്രൻസ് ആണ് നായകവേഷത്തിൽ എത്തുന്നത്. സീരിയലിലൂടെ സിനിമയിലെത്തിയ പ്രവീണ, മറാഠി നടി ഷെർബാരി ജമനിസ് എന്നിവരാണ് നായികമാർ. കൊല്ലം, ശാസ്താംകോട്ട, തെന്മല എന്നിവിടങ്ങളിലായാണ് സിനിമയുടെ ചിത്രീകരണം പുരോഗമിക്കുന്നത്. മലയാള സിനിമയിലെ ഹാസ്യനടൻ ഇന്ദ്രൻസിന് ചാർലി ചാപ്ലിനോടുള്ള ആരാധനയും തുടർന്ന് ചാർലി ചാപ്ലിന്റെ വേഷത്തിൽ അഭിനയിക്കാൻ അവസരം ലഭിക്കുകയും ചെയ്യുന്നതാണ് കഥയുടെ ഇതിവൃത്തമെന്നും ഇന്ദ്രൻസിന്റെ സ്വന്തം ജീവിതകഥയാണ് സിനിമയാകുന്നതെന്നും സൂചനയുണ്ട്. സാജൻ കളത്തിൽ ക്യാമറ ചലിപ്പിക്കുന്ന ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് G. വേണുഗോപാലാണ്. സുധീഷ് ഗോപാലകൃഷ്ണനാണ് അസോസിയേറ്റ് ഡയറക്ടർ. ശ്രീജിത്ത് നമ്പൂതിരി, സഹീർ അലി, ലക്ഷ്മി പ്രിയ മേനോൻ, ടൈറ്റസ്, അജീഷ് തോമസ് തുടങ്ങിയവരാണ്
എന്നിവരാണ് സഹസംവിധായകർ. ഏപ്രിൽ ആദ്യവാരം ചിത്രം തിയേറ്ററിൽ എത്തിക്കാൻ സാധിക്കുമെന്ന് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ അറിയിച്ചു. എന്നാൽ സിനിമയുടെ ബുദ്ധൻ ചിരിക്കുന്നു എന്ന പേര് ചിത്രത്തിന്റെ സസ്പെൻസ് ആണെന്നും ഇതറിയാൻ ചിത്രം റിലീസാകുന്നതുവരെ കാത്തിരിക്കാമെന്നും അണിയറ പ്രവർത്തകർ പറയുന്നു. ചാർലി ചാപ്ലിൻ്റെ ജീവിതവുമായിട്ട് ബന്ധമുള്ള ഒരു കഥാപാത്രത്തിൻ്റെ കഥ ഏറ്റവും പ്രധാന കഥാപാത്രമായി സെൻട്രൽ ക്യാരക്ടറായിട്ട് ഉള്ള സിനിമ. പ്രവീണ എന്ന് പറഞ്ഞ ആക്ട്രസ്, മറാഠി നടി സർവാരി, ജഗദീഷ്. അതിൻ്റെ ഒരു കോൺട്രാസ്റ്റായിട്ട്, കായൽ തീരത്തിൻ്റെ കോൺട്രാസ്റ്റായിട്ട് ഇങ്ങനെയുള്ളൊരു ടവർ, ഇങ്ങനെയുള്ളൊരു ദില്ലി സ്റ്റേഷനാണ്. അതുകൊണ്ടാണ് അത് തേടി വന്നത്. ഇന്നലെ തിരിച്ചു നാളെ വീണ്ടും ശാസ്താംകോട്ടയിൽ എത്തിച്ചു. 28-ാം തീയതി ആകുമ്പോഴത്തേക്ക് ഷൂട്ടിംഗ് 1-ാം തീയതി തുടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, തെന്മല. പത്തനാപുരം മഞ്ചള്ളൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള സപ്താഹ യജ്ഞത്തിന് ഭക്തജന തിരക്കേറുന്നു. മാർച്ച് 4 വൈകിട്ട് സപ്താഹം സമാപിക്കും. രോഹിണി തിരുനാൾ മഹോത്സവത്തോടനുബന്ധിച്ചുള്ള സപ്താഹയജ്ഞത്തിന്റെ ഭാഗമായാണ് ഗോവിന്ദ പട്ടാഭിഷേകം നടന്നത്. യജ്ഞാചാര്യൻ കരിമുളയ്ക്കൽ അജയകുമാറിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് യജ്ഞം നടക്കുന്നത്. മനുഷ്യന്റെ അമിത ആഗ്രഹങ്ങൾ ആപത്തിലേക്കും ആത്മഹത്യയിലേക്കും നയിക്കുമെന്ന് യജ്ഞാചാര്യൻ പ്രഭാഷണത്തിൽ പറഞ്ഞു. എപ്പോൾ നിന്റെ ബുദ്ധി മോഹകാലുഷ്യത്തെ തരണം ചെയ്യുന്നുവോ അപ്പോൾ നീ കേട്ടതിലും കേൾക്കേണ്ടതിലും വിരക്തിയെ പ്രാപിച്ചുകൊള്ളും എന്നത്. അതാണ് ഇവിടെ തൃണാവൃത്തം വരുന്നത് നമ്മൾ മനസ്സിലാക്കണം. അതിയായ ആദ്യം അപ്പൊ ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും, ആഗ്രഹമില്ലാതെ ജീവിതമാണ്. സപ്താഹത്തിന്റെ ഭാഗമായി മാർച്ച് 2-ന് 10 മുതൽ രുക്മിണി സ്വയംവരം നടക്കും. മാർച്ച് 4-ന് സപ്താഹയജ്ഞത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ട് വൈകുന്നേരം അപവൃത സ്നാനഘോഷയാത്ര നടക്കും. മാർച്ച് 8-ന് ക്ഷേത്രം തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടക്കും. വൈകിട്ട് 5-ന് വള്ളിക്കോട് പ്രസാദിന്റെയും സംഘത്തിന്റെയും പഞ്ചവാദ്യവും രാത്രി 9 മുതൽ കൊല്ലം നൃത്താഞ്ജലിയുടെ നൃത്തോത്സവവും നടക്കും. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രധാന വാർത്തകൾ വീണ്ടും. ഗൃഹനാഥൻ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ 6 വർഷത്തിനു ശേഷം പ്രതിയെ ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്തു. വീടുകളിൽ നിന്നും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ കവരുന്ന മോഷ്ടാവിനെ നാട്ടുകാരുടെ സഹായത്തോടെ പോലീസ് അറസ്റ്റ് ചെയ്തു. ജാതി ചിന്തയ്ക്കും മദ്യവിരുദ്ധതയ്ക്കുമെതിരെ സംഘടിത പോരാട്ടം വേണമെന്ന് ജലസേചന വകുപ്പ് മന്ത്രി PJ ജോസഫ്. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.